നമസ്കാരം. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി രൂപം കൊള്ളുന്നത്. തുടക്കത്തിൽ തിളച്ചുമറിഞ്ഞ മാഗ്മ നിറഞ്ഞ ഒരു അഗ്നിഗോളമായിരുന്നു ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തണുത്തുറഞ്ഞാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഭൂമി എത്തിച്ചേരുന്നത്. ഇന്ന് ഉപരിതലത്തിൻ്റെ 71% ജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് നീല നിറമാണ് അനുഭവപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഭീകരമായ ചൂടിൽ ഉരുകിയൊലിക്കുന്ന മാഗ്മയാൽ നിറഞ്ഞ ഒരു അഗ്നിഗോളമായിരുന്നു നമ്മുടെ ഈ ഭൂമി. പ്രപഞ്ചത്തിൽ നിന്നുള്ള തുടർച്ചയായ ഉൽക്കാപതനങ്ങളും ഭീകരമായ താപനിലയും കാരണം ഭൂമിയുടെ ഉപരിതലവും ഉൾഭാഗവും ഒരുപോലെ തിളച്ചു മറിഞ്ഞിരുന്നു. എന്നാൽ അതിശയകരമായ വസ്തുത എന്തെന്നാൽ ഈ തീക്കടലിനിടയിലും ഭൂമിയിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതാണ്. ഈ ജലം എവിടെയാണ് ഒളിഞ്ഞിരുന്നതെന്നും എങ്ങനെയാണ് പിന്നീട് സമുദ്രങ്ങളായി മാറിയതെന്നുമുള്ള അന്വേഷണം ശാസ്ത്രലോകത്തെ എക്കാലത്തെയും വലിയ രഹസ്യങ്ങളിൽ ഒന്നായിരുന്നു. ഭൂമി ഒരു തിളയ്ക്കുന്ന ചൂളയായിരുന്ന കാലത്ത് ജലം ഉപരിതലത്തിൽ നിലനിൽക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പ്രൊഫസർ സിക്സു ഡ്യൂവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പുതിയ പഠനങ്ങൾ ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുന്നു. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള മാന്റിൽ എന്ന പാളിയിലെ ധാതുക്കൾക്കുള്ളിലാണ് ജലം സുരക്ഷിതമായി ഒളിഞ്ഞിരുന്നതെന്ന് ഇവർ കണ്ടെത്തി. ഭൂമി തണുത്തുറയുന്ന പ്രക്രിയയ്ക്കിടയിൽ ഈ ധാതുക്കൾ ഒരുതരം മൈക്രോസ്കോപ്പിക് വാട്ടർ കണ്ടെയ്നറായി പ്രവർത്തിച്ചു. മാന്റിലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ബ്രിഡ്ജ്മനൈറ്റ് എന്ന ധാതുവാണ് ഭൂമിയിലെ ജലത്തെ കോടിക്കണക്കിന് വർഷങ്ങൾ തടവിലാക്കി സൂക്ഷിച്ചത്. മുൻപ് നിലനിന്നിരുന്ന സിദ്ധാന്തങ്ങൾ പ്രകാരം കുറഞ്ഞ താപനിലയിൽ ബ്രിഡ്ജ്മനൈറ്റിന് ജലം സംഭരിക്കുവാനുള്ള ശേഷി കുറവാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ശാസ്ത്രജ്ഞർ ലേസർ ഹീറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂമിയുടെ 660 കിലോമീറ്റർ ആഴത്തിലുള്ളതിന് സമാനമായ അതീവ ചൂടുള്ള സാഹചര്യം പരീക്ഷണശാലയിൽ പുനരാവിഷ്കരിച്ചു. ഏകദേശം 4100 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർത്തി നടത്തിയ ഈ പരീക്ഷണങ്ങളിൽ അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് ലഭിച്ചത്. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ബ്രിഡ്ജ്മനൈറ്റിന് ജലം ആഗിരണം ചെയ്യുവാനുള്ള ശേഷി വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതായത് ഭൂമി ഏറ്റവും ചൂടുള്ള അഗ്നിഗോളമായിരുന്ന സമയത്താണ് ഈ ധാതു ഏറ്റവും കൂടുതൽ ജലം ഉള്ളിലേക്ക് വലിച്ചെടുത്തത്. ഭൂമി ക്രമേണ തണുക്കുകയും ഉറയ്ക്കുകയും ചെയ്തപ്പോൾ മാന്റിലിൻ്റെ താഴത്തെ പാളികളിൽ ഈ ധാതുക്കൾ വലിയ ജലശേഖരമായി മാറി. പിൽക്കാലത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മാഗ്മയുടെ ചലനങ്ങളും വഴി ഈ ജലം വാതക രൂപത്തിലും മറ്റും ഉപരിതലത്തിലേക്ക് എത്തുവാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഈ പ്രക്രിയയിലൂടെയാണ് ഇന്നത്തെ സമുദ്രങ്ങൾ രൂപപ്പെട്ടതും ഭൂമി ജീവന് അനുയോജ്യമായ ഒരു ഗ്രഹമായി മാറിയതും. പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ എരിഞ്ഞു നിന്നിരുന്ന ഒരു അഗ്നിഗോളം ഇന്നത്തെ നീലഗ്രഹമായി മാറിയതിന് പിന്നിൽ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരുന്ന ഈ ജലശേഖരത്തിന് വലിയ പങ്കുണ്ട്. വെബ് ഡെസ്ക് തത്വമയി TV.